ഈ കോൺഗ്രസ്സുകാർ പഴയ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കതർ രാഷ്ട്രീയം അതേ രീതിയിൽ തുടരുക. ഒരു പുതിയ കാലഘട്ടത്തെ ടെക്നോളജി, സോഷ്യൽ മീഡിയ എങ്ങനെ വരുന്നു ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് അന്ന് സുധാകരൻ്റെത്. അതിനു മുമ്പ് സതീശനും സുധാകരനും തമ്മിലുള്ള മയക്കുപിടുത്തം. ഇത് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ സജീവമായി നിൽക്കുന്നത്. നിങ്ങളൊന്ന് ചലിച്ചാൽ നാട്ടുകാരറിയുമെന്നുള്ള സംഭവം ഇവർക്ക് അറിയില്ല. അല്ല, കുറെ കാലം മുമ്പുള്ളൊരു വാർത്ത അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സുനിൽ കനകോലു ഇവിടെ നയിക്കും എന്നല്ലേ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില സ്ക്രിപ്റ്റ് അനുസരിച്ചാണോ ചില സംഭവങ്ങൾ നടന്നത് എന്ന് നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ സംശയിക്കുകയും ചെയ്തു. ഇതാണോ സുനിൽ കനകോലുവിൻ്റെ അവസാനത്തെ സ്ക്രിപ്റ്റ്? ഇതായിരുന്നു NBCയുടെ ആ ഒരു നിരീക്ഷണം ഗംഭീരം. അതായത് ഈ ജാഥ സമാപനത്തിനൊരു പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ കൊണ്ടുവച്ച ഐറ്റം പോലെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രോളന്മാർ വലിയ നിരാശയിലാണ്. കാരണം ഇനി എന്നാണ് ഇവരെല്ലാം ഒന്നിച്ചു കിട്ടുക? ഒന്നിച്ചു കിട്ടിയോണ്ടാണല്ലോ ഇത്ര വലിയ സീനുണ്ടായത്. ചാനലുകളിലെ കോമഡി പരിപാടികളുടെ റേറ്റിംഗ് പോലും ഇടിഞ്ഞു പോകും. കാരണം ആ രീതിയിലാണല്ലോ ഇതിനകത്ത് കനകോലു, എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നു പറഞ്ഞാൽ കനകോലു ലിസ്റ്റ് കൊടുത്തു ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ കുറേ പേരെ മാറ്റുന്ന രീതി. ചില പഴയ MP-മാരൊക്കെ ഈ പാലോട് രവി പറഞ്ഞ കറക്റ്റാണ്. മംഗളംപാടി ചില പഴയ MP-മാരെ മംഗളംപാടി പറഞ്ഞു കൊണ്ടുവന്ന് കനകോലു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് സിജു പറഞ്ഞ പോലെ സിറ്റിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ മുരളീധരനൊക്കെ പറഞ്ഞു 16 മത്സരിക്കുന്നു, 15 സിറ്റിംഗ് സീറ്റ്. കണ്ണൂരിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിലേക്ക് എന്ന് വെച്ചാൽ ബാക്കി 14 പേരും മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള മട്ടിൽ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പല സിറ്റിംഗ് MP-മാർക്കും നിലവിൽ തന്നെ ഒരു വിജയസാധ്യതയും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെയും കൊണ്ടൊന്നും പോകുന്നതിൽ അർത്ഥമില്ല എന്ന നിലയിലുണ്ട്. ജില്ലകളിൽ വലിയ മുറുമുറുപ്പുണ്ട്, അമർഷമുണ്ട്. എന്നാൽ സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയുമാണ്. അതിനകത്ത് കണക്കുകൾ വരെ വന്നു. ഈ കനകോലുവിൻ്റെ കണക്കുകളൊക്കെ തന്നെ വന്നു. അത് ഈ മാവേലിക്കരയിലേക്ക് 37% പോലും വോട്ട്, 30% താഴെ വോട്ടെങ്ങാണ്ട് കൊടുക്കുന്നതിന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കനകോലു പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്നതിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കരുതെന്നൊക്കെ വലിയ ട്രോള് കേട്ടത്. കൊടിക്കുന്നിലിനെ തോപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥി എങ്കിത്താ എന്ന് ഇടതുമുന്നണിയോട് ചോദിക്കുന്ന നിലയിൽ ആ മണ്ഡലം നിൽക്കുന്നു എന്നുള്ളതാണ്. ആലത്തൂരിനെ കുറിച്ച് സാധാരണയൊക്കെ മാധ്യമ ചർച്ചകളൊക്കെ വരുമ്പോൾ പലപ്പോഴും അവിടെ അല്പം കുഴപ്പമാണ്, വലിയ വെല്ലുവിളിയാണ്, ഇങ്ങനെയൊക്കെ കുറേ ഭാഷയാണല്ലോ സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം ആലത്തൂർ ഇത്തവണ കോൺഗ്രസിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് എന്ന് വളരെ പബ്ലിക്കായി പറയുന്നത്. അങ്ങനെ ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി. ഇപ്പോൾ ചാലക്കുടിയുടെ കാര്യത്തിൽ വളരെ പരസ്യമായത് പറയുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി കുറേ കൂടി ശക്തി. അങ്ങനെ ഓരോ മണ്ഡലവും ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും അങ്ങനെ തന്നെ വരും. ഇപ്പോൾ ആറ്റിങ്ങലിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അപ്പം കെ സുധാകരനെതിരിടയിൽ വാർത്തകളിൽ കണ്ടത് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മണ്ഡലം മാറിയാൽ ആലോചിക്കാമെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്ന് വെച്ചാൽ കണ്ണൂരിലുള്ള ആശങ്കയാണ്, ആത്മവിശ്വാസക്കുറവാണ്. വടകരയിലേക്ക് കേരളം കാണാൻ ഏറ്റവും വലിയ മത്സരത്തിലേക്ക് പോകാൻ പോകുന്നു. മുരളി ഇത് തന്നെ ആദ്യം തന്നെ പറഞ്ഞു. മുരളി വളരെ മുൻപ് തിരിച്ചറിഞ്ഞു, ഞാൻ വേണമെങ്കിൽ മാറിക്കൊടുത്തേ. അതായത് മനു, 2019 ഒരു സാഹചര്യമേ നിലവിൽ ഇന്ന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ അവർക്ക് നേരിടാനാകും എന്നുള്ള നേരിടാൻ കഴിയും. ഈ വേദിയിൽ വന്ന നേതാക്കളെ തന്നെ നോക്കൂ. ഈ വന്ന ആളുകൾ ഇപ്പം രേവന്ത് റെഡ്ഡിയോ സച്ചിൻ പൈലറ്റോ ജിഗ്നേഷ് മേവാനിയോ ഒന്നും വരാൻ പാടില്ലാത്ത ആളുകൾ എന്നല്ല. പക്ഷേ ഇവിടുത്തെ ഒരു MP തന്നെയായ അദ്ദേഹം എവിടെ, രാഹുൽ ഗാന്ധി എവിടെ എന്ന് കേരളം ചോദിക്കില്ലേ? എന്തായാലും കേരളത്തിൽ ഒരുപാട് പേര് ആയിക്കോട്ടെ, കാണാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇവിടെ എത്തേണ്ടതില്ലേ? മാത്രമല്ല നിരന്തരം നേതാക്കൾ വിട്ടുപോവുകയാണ്. 32 പേര് BJP-ൽ കഴിഞ്ഞ മാസം ചേർന്നു എന്നിപ്പോൾ അവസാനത്തെ കണക്ക് വന്നിരിക്കുന്നു. ഭൂരിഭാഗവും കോൺഗ്രസിൽ ഏറ്റവും ഒടുവിലത്തെ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒഡീഷയിലെ PCCയുടെ വൈസ് പ്രസിഡന്റ് പോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയിൽ അവസാന കാലത്ത് BJP-യിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും പ്രമുഖൻ ആയിട്ടുള്ള ഒരാളെങ്കിലും ഇവർക്ക് കൊണ്ടുവരാമായിരുന്നു. ഇനി അഥവാ വന്നവരൊന്നും തന്നെ ഈ കൊഴിഞ്ഞുപോക്കിനെ റീപ്ലേസ് ചെയ്യാനോ ഒന്നും തടയാൻ പറ്റും. അത്തരത്തിലൊരു ഇതുമില്ല. ആ വേദി ഒരു ആവേശവും കോൺഗ്രസ്സുകാർക്ക് പോലും പണ്ട് BJP-യിലൊക്കെയുള്ള കോൺഗ്രസ് ഒക്കെ ആഴ്ചയിൽ 2 ആയിരുന്നെങ്കിൽ ഇപ്പം ദിവസത്തിലും മണിക്കൂർ 2 വെച്ചാകും. ഇന്ന് രാവിലെ നമ്മൾ വാർത്ത തുടങ്ങുമ്പോൾ ഉള്ളത് വൈകിട്ട് എത്തുമ്പോൾ വേറെയാണ്.